ഹലോ, അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കുന്നത് ചീര മുട്ടത്തോരനാണ്. അതിന് വേണ്ട ചീരയൊക്കെ അരിഞ്ഞെടുത്തു. അപ്പോൾ അത് അരിഞ്ഞെടുത്തതിന് ശേഷം ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു. അപ്പോൾ നമ്മൾ ആദ്യം ചീര മുട്ടത്തോരൻ ഉണ്ടാക്കിയിട്ടുണ്ട്, എന്നാലും ഇന്ന് ഉണ്ടാക്കിയപ്പോൾ നിങ്ങളിലൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എണ്ണ ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് കടുകിട്ടു. അപ്പോൾ കടുക് നന്നായി പൊട്ടി വന്നതിന് ശേഷം അതിലേക്ക് സവാള, പച്ചമുളക്, വേപ്പില ഇട്ടു. അത് നന്നായി ഇളക്കി അത് അത്യാവശ്യം വഴണ്ടി വന്നതിന് ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തു. അത് നന്നായി മിക്സ് ചെയ്യുക. അതിൻ്റെ പച്ചമണമൊക്കെ മാറിയപ്പം അതിലേക്ക് അരിഞ്ഞു വെച്ച ചീര ഇട്ടു. അപ്പോൾ അരിഞ്ഞു വെച്ച ചീര ഇട്ടതിന് ശേഷം നന്നായി തന്നെ മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് കഴിഞ്ഞ് ഒരു ചീര വേവുന്നത് വരെ നമുക്ക് അടച്ചു വയ്ക്കാം. അപ്പോൾ അതിലേക്കുള്ള തേങ്ങ അച്ചാച്ചൻ ചിരകുന്നൊരു ക്ലിപ്പാണ് ഞാൻ ഇതിൻ്റെ ഇടയിൽ ആഡ് ചെയ്തത്. അപ്പോൾ അത് നന്നായി വാടി വന്നതിന് ശേഷം അതിലേക്ക് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുത്തു. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക, വീണ്ടും അടച്ചു വയ്ക്കുക. അപ്പോൾ അത് തുറന്നതിന് ശേഷം നന്നായി ചീര വാടി വന്നിട്ടുണ്ട്. ആ വാടി വന്ന ചീരയിലേക്ക് വീണ്ടും മുട്ട ഒഴിക്കുക. ഇപ്പം ഞാൻ എടുത്തേക്കുന്നത് ഒരു മുട്ടയാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള മുട്ട എടുക്കാം. ഈ ചീരയിലേക്ക് ഒരു മുട്ട മതി. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് അപ്പോൾ അത് വെന്തതിന് ശേഷമുള്ള ഒരു ഇതാണ് കാണുന്നത്. നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ അത് ഞാൻ കൂട്ടിയിട്ട് കഴിച്ചു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.